ദേശീയ തലസ്ഥാനത്തെ ചോരയിൽ മുക്കാനും പ്രമുഖ മതകേന്ദ്രങ്ങൾ തകർക്കാനും പദ്ധതിയിട്ട പാക് അനുകൂല ഭീകര ശൃംഖലയെ ഡൽഹി പോലീസ് തകർത്തതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. 10 ദിവസം നീണ്ട അതിസാഹസികമായ ഓപ്പറേഷനൊടുവിൽ 8 ലഷ്കർ ഭീകരരാണ് ഇതുവരെ പിടിയിലായത്. ഇതിൽ 7 പേരും ബംഗ്ലാദേശ് പൗരന്മാരാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മിസാനുർ റഹ്മാൻ, മുഹമ്മദ് ഷബാത്ത് ഉമർ, മുഹമ്മദ് ലിറ്റൻ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് ഉജ്ജൽ എന്നിങ്ങനെ തിരിച്ചറിഞ്ഞ 6 പ്രതികളെ തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഗാർമെന്റ് യൂണിറ്റുകളിൽ നിന്നും മറ്റ് 2 പേരെ പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹാഫിസ് സയ്യിദുമായി നേരിട്ട് ബന്ധം. അറസ്റ്റിലായ ഭീകരരുടെ ഹാൻഡ്ലറായ ഷബീർ അഹമ്മദ് സാധാരണക്കാരനല്ല. മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ്, ലഷ്കർ കമാൻഡർ സാക്കി ഉർ റഹ്മാൻ എന്നിവരുമായി 2007 മുതൽ ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ട്. 2007-ൽ ഇന്ത്യയിൽ ചാവേർ ആക്രമണത്തിന് ശ്രമിച്ചതിന് പിടിയിലായ ഷബീർ ജയിൽ മോചിതനായ ശേഷം ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. 2007-ൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് സായിദുമായും ലഖ്വിയുമായും ലോണിന് നേരിട്ടുള്ള ആശയവിനിമയമുണ്ടെന്ന തെളിവുകൾ ആദ്യം പുറത്തു വന്നതെന്ന് സ്രോതസ്സുകൾ പറഞ്ഞു. ഈ 2 മുതിർന്ന ലഷ്കർ നേതാക്കളുമായും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നതിന്റെ തെളിവുകൾ അന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. തമിഴ്നാട്ടിലെ ഗാർമെന്റ്സ് യൂണിറ്റുകൾ മറയാക്കിയുള്ള ഒളിത്താവളമായിരുന്നു. പിടിയിലായ ഭീകരരിൽ 6 പേരെയും കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ നിന്നാണ്. മിസാനുർ റഹ്മാൻ, മുഹമ്മദ് ഷബാത്ത് ഉൾപ്പെടെയുള്ളവർ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് വസ്ത്രനിർമ്മാണശാലകളിൽ തൊഴിലാളികളായി ഒളിച്ചു താമസിക്കുകയായിരുന്നു. പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ നിന്നാണ് മറ്റ് 2 പേർ പിടിയിലായത്. ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും മെട്രോ സ്റ്റേഷനുകളിൽ പ്രത്യക്ഷപ്പെട്ട ഫ്രീ കശ്മീർ പോസ്റ്ററുകളാണ് ഭീകരരിലേക്കുള്ള വഴി തുറന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ജാഗ്രതയിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചവരെ പിന്തുടർന്ന പോലീസ് ഒടുവിൽ ഭീകര മൊഡ്യൂളിൽ ചെന്നെത്തുകയായിരുന്നു. ഇന്ത്യയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ റിക്രൂട്ട് ചെയ്ത് ആക്രമണം നടത്താൻ പാക് ചാരസംഘടനയായ ISI വലിയ തോതിൽ പണം ഒഴുക്കുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇസ്ലാമാബാദിലെ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിന് പ്രതികാരം തീർക്കാൻ ഇന്ത്യയിൽ IED സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ നീക്കം. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് രാജ്യത്തെ പ്രമുഖ സ്ഥലങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും കണ്ടെടുത്തു. ചെങ്കോട്ടയ്ക്കും പ്രമുഖ മതകേന്ദ്രങ്ങൾക്കും നേരെ സ്ഫോടനം നടത്താൻ ഇവർ തയ്യാറെടുപ്പ് നടത്തിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ നവംബറിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ വീണ്ടും വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ ഈ ഓപ്പറേഷനിലൂടെ കഴിഞ്ഞു. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പങ്കിലേക്കും ഈ അന്വേഷണം വിരൽ ചൂണ്ടുന്നു. ഇന്ത്യയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ ഭീകരാക്രമണങ്ങൾ നടത്താനായി റിക്രൂട്ട് ചെയ്യാൻ ISI ശ്രമിക്കുകയാണ്. റിക്രൂട്ട്മെന്റിനും ഓപ്പറേഷൻ ആസൂത്രണത്തിനും ISI സാമ്പത്തിക സഹായം നൽകുന്നതായും ഡൽഹി പോലീസ് സംശയിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിനാശകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു മൊഡ്യൂൾ പദ്ധതിയിടുന്നുവെന്ന പ്രത്യേക രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ പ്രമുഖ മതകേന്ദ്രങ്ങളെ ലഷ്കർ തങ്ങളുടെ ലക്ഷ്യപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കാമെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പരിശോധനയൊക്കെ നടത്തി വന്നിരുന്നത്.